ഫാദർ പോൾ തേലക്കാട്ട് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഫാദർ, ഇവിടെ സഭയ്ക്കുള്ളിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. NIA തുടർ നടപടികളിലേക്ക് കടക്കുകയാണ് എന്നതുകൂടി ആശങ്കാജനകമാണ്. എങ്ങനെയാണ് ഈ നീക്കങ്ങളെ ഇപ്പോൾ സഭ നോക്കിക്കാണുന്നത്? ഇപ്പൊ നടന്നത് സ്വീകാര്യമായ ഒരു നടപടിയാണ് എങ്കിലും ഈ അറസ്റ്റും ഈ കേസുമൊക്കെ ഈ പ്രത്യയശാസ്ത്രത്തിന്റെ സ്വാഭാവികമായ പ്രത്യാഘാതങ്ങളാണ്. അതിൽ നിന്ന് അവർ പിൻവാങ്ങിയോ എന്ന് ഞാൻ ഉറപ്പ് പറയില്ല. അത് കാരണം അത് പ്രത്യയശാസ്ത്രപരമായി അത് പൊളിച്ചെടുത്ത ആവശ്യമാണ്. അതിനവർ സന്നദ്ധരാണ് എന്ന് ഇപ്പൊ നടന്ന നടപടികൾ ഉറപ്പാക്കുന്നില്ല. തീർച്ചയായിട്ടും അവർ ഒരു പിൻവാങ്ങൽ നടത്തി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇത് മുന്നോട്ട് പോകുന്നത് ഈ പ്രത്യയശാസ്ത്രത്തിൽ തിരുത്തൽ വരാത്തിടത്തോളം കാലം ആശങ്കാജനകമായ ഒരു സമീപനമാണ്. അതാണ് ന്യൂനപക്ഷങ്ങളെയും ബലഹീന വർഗങ്ങളെയും മനുഷ്യത്വത്തെയും ഗൗരവമായി പ്രതിസന്ധിയിലാക്കുന്നത്. ഇവിടെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാൻ ഈ പ്രത്യയശാസ്ത്രത്തിന് കഴിയുന്നുണ്ടോ? എല്ലാ മതങ്ങളെയും സ്വീകരിക്കാൻ ഭാരതത്തിന്റെ സംസ്കാരം തയ്യാറാകുമോ? ഇതൊക്കെയാണ് മൗലികമായ ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി കിട്ടാതെ ചില നീക്കുപോക്കുകൾ ചെയ്യാൻ തയ്യാറാകുന്നു എന്നതിൽ കൂടുതൽ ഇത് അർത്ഥമാക്കുന്നുണ്ടോ എന്ന കാര്യമാണ് ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതും ഗൗരവമായി പരിഗണിക്കേണ്ടതും. ഇതാണ് ഇന്നത്തെ നമ്മൾ കാണുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ പ്രതിസന്ധി ഇത് ഉണ്ടാക്കുന്നു. അതിൽ നിന്ന് അവർ പിന്മാറി എന്നതിന്റെ ഒരു സൂചനയും ഇത് നടത്തുന്നില്ല. ഫാദർ, ഇവിടെ BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡ് സർക്കാർ തന്നെയാണ് കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുത്തതും അവർക്ക് 8 ദിവസം ജയിലിൽ കഴിയേണ്ടി വരികയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്നലെ ജയിൽ മോചനത്തിന് പിന്നാലെ തന്നെ ഇവർ ജയിലിന് പുറത്തിറങ്ങാൻ കഴിഞ്ഞതുവരെ അവരുടെ ഇടപെടൽ കൊണ്ടാണ് എന്ന അവകാശവാദം ഉന്നയിക്കുകയല്ലേ BJP? അതൊക്കെ അവരുടെ തന്ത്രങ്ങളാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രതിഷേധിക്കാനുള്ള അവകാശം അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ഓർക്കേണ്ടത് ഈ പ്രത്യയശാസ്ത്രത്തെയാണ് നമ്മൾ എതിർക്കുന്നത്. ഇത് വ്യക്തികളെ എതിർക്കുന്ന ഒരു പ്രശ്നമല്ല. ഇത് ഈ സർക്കാർ എന്ന് പറയുന്നത് ഈ പ്രത്യയശാസ്ത്രത്തിന്റെ സർക്കാരാകുമ്പോൾ അതിനോട് പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും അതിനോട് വലിയ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് ഇവിടെ നിലനിൽക്കാനുള്ള പൗരസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. അതാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത്. അതിൽ നിന്ന് ഒരുവരും പുറകോട്ടടിക്കുന്ന പ്രശ്നമില്ല. ഇത് പ്രതിരോധമാണ്, പ്രതിഷേധമാണ്. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി ഇന്നലെ ജയിൽ മോചനത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനെ പ്രശംസിച്ചാണ് എത്തിയത്. പറഞ്ഞ വാക്ക് മോദിയും അതുപോലെ തന്നെ അമിത്ഷായും പാലിച്ചു എന്ന തരത്തിലാണല്ലോ പാംപ്ലാനി പിതാവ് പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ഒരു മെഴുക്ക് പുരട്ടലാണ്. ആ മെഴുക്ക് പുരട്ടലൊക്കെ നമുക്കുണ്ടാക്കാം. അത് അവർ മാത്രമല്ല നമുക്കും ഉണ്ടാക്കാമെന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇതെല്ലാം നല്ല കാര്യമാണ്. പ്രതിഷേധിച്ചപ്പോൾ അവരുടെ പിറകോട്ട് വെച്ചു എന്നുള്ളത് ശരിയാണ്. അത് പിറകോട്ട് വെക്കുക മാത്രമാണ് ചെയ്തത്. അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ എന്തെങ്കിലും മാറ്റത്തിന് അവർ തയ്യാറായിട്ടുണ്ട് എന്നതിന് യാതൊരു തെളിവും വന്നിട്ടില്ല. അതാണ് പ്രശ്നം. പ്രത്യയശാസ്ത്രപരമായി ഇവിടെ ഹിന്ദു രാഷ്ട്രത്തിന് ഉപരിയായിട്ട് മറ്റുള്ളവർക്ക് തുല്യമായ അവകാശവും സൗകര്യങ്ങളും ഉണ്ടാകുമോ, ഈ അവകാശങ്ങൾ കൊടുക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക ജനകക്കുന്നു. അതാണ് പ്രശ്നം. നന്ദി ഫാദർ പോൾ തേലക്കാട്ട് പ്രതികരിച്ചതിന്.